ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് തെങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വികാസവാണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് തെങ്ങോട് എല്ലാവർക്കും ഫെമിലിയർ ആണ്. തെങ്ങോടിനടുത്തായിട്ട് വികാസവാണി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 15-18ഓളം വില്ലകളൊക്കെ വരുന്ന ഒരു വലിയ വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന ഒരു വീട് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് മാർബിൾ ഹോംസ് എന്നുള്ള എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വീട്ടിൽ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് ആക്സസിബിലിറ്റി എന്നുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കാണ് ഏറ്റവും എളുപ്പം എത്താൻ പറ്റുന്നത്. ഇൻഫോ പാർക്ക്, അതുപോലെ തന്നെ കാക്കനാട് കളക്ടറേറ്റ്, ഇവിടേക്കൊക്കെ നമുക്ക് വെറും 7 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ ഇവിടെ നിന്നും ലുലു മാളിലേക്ക്, ഇടപ്പള്ളി ലുലു മാളിലേക്ക് വെറും 10 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വളരെ എളുപ്പത്തിലെത്താം. 18 കിലോമീറ്റേഴ്സ് മാത്രമാണ് നമുക്ക് എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം. അപ്പോൾ NRIസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊക്കെ ഇത് വാങ്ങിയിട്ടാൽ അവർക്ക് ഇവിടെ വന്ന് ഇടയ്ക്ക് വരുമ്പോൾ താമസിച്ചിട്ട് പോകാം. ആ സമയത്തൊക്കെ എയർപോർട്ടിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താവുന്ന ആക്സസ് ആണ് ഈ ഒരു വീടിൽ നിന്നും എയർപോർട്ടിലേക്കൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിത് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടെന്ന് പറയുന്നത് 4 സെന്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. കാക്കനാട് നിങ്ങൾക്കറിയാം, കാക്കനാട് തെങ്ങോട് ഇൻഫോ പാർക്ക് വികാസവാണി ഭാഗങ്ങളിലൊക്കെ ഒരുപാട് എൻക്വയറീസ് ആണ് നമുക്ക് വരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വീട് തന്നെയാണ്. നമുക്ക് വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമുക്ക് ഈ വില്ലകളിലേക്ക് വരുന്ന വഴി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ റോഡൊക്കെ നിങ്ങൾക്കറിയാം, ടാർ റോഡ് തന്നെയാണ്. അവിടെ നിന്നിട്ട് ഈ കാണുന്ന വില്ലകളിലേക്ക് ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 18ഓളം വില്ലകളൊക്കെയാണ് ഈ പ്രൊജക്ടിനകത്ത് വരുന്നത്. ഇതിനകത്ത് ചെറിയ ചെറിയ ഇടവഴികളൊക്കെ ആയിട്ട് പല സ്ഥലത്തേക്കും നീങ്ങിയൊക്കെയാണ്. ഒറ്റ സ്ട്രെച്ചിലല്ല വില്ലകളെല്ലാം തന്നെ ഇരിക്കുന്നത്. ചെറിയ ഒരു പോക്കറ്റ് റോഡിലേക്കൊക്കെ തിരിഞ്ഞിട്ട് അവിടെ കുറച്ച് വില്ലകളുണ്ട്. ബാക്കി നമുക്ക് സ്ട്രേറ്റ് കുറച്ച് വില്ലകളുണ്ട്. എല്ലാത്തിലും തന്നെ ആളുകളൊക്കെ താമസമായതാണ്. ഈ കാണുന്ന വില്ലകളുടെ എല്ലാം ഫ്രണ്ടിലൂടെ പോകുന്നത് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിന്റെ എലിവേഷൻ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അത്യാവശ്യം ഭംഗിയായ എലിവേഷനോട് കൂടിയിട്ടൊക്കെയാണ് ഈ ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഗേറ്റിൽ നിന്നും മതിലിൽ നിന്നൊക്കെ ആദ്യം തന്നെ തുടങ്ങാം. മതിൽ വന്നിട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് അറ്റം വരെ അവർ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. കുറച്ച് ഭംഗിയുള്ള ചെറിയ ചില പീസുകളൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു കളറൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഇവിടുത്തെ മതിൽ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് തന്നെ കുറച്ച് ലാഡർ ഷേപ്പിലുള്ള ഡിസൈൻ വരുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് ലേസർ കട്ട് ഡിസൈൻ ഒക്കെ വരുന്ന രീതിയിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗേറ്റിന്റെ വലിയ പോർഷൻ വന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ സ്ലൈഡ് ചെയ്ത് നീക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ചെറിയ പോർഷനും വന്നിട്ട് ഈ ഒരു ഭാഗവും നമുക്ക് ചെറിയ പോർഷൻ ആണെങ്കിൽ പോലും ഇതുപോലെ സ്ലൈഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നീക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിന്റെ എലിവേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അവർ കളർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് ആണ്. അതിനകത്ത് ചില ഭാഗങ്ങളിലൊക്കെ ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എടുത്ത് പറയാൻ പറ്റാത്ത ഡിസൈനുകളാണ്. വളരെ ഭംഗിയായിട്ടുള്ള ഒരുപാട് ഡിസൈനുകൾ അവർ വീടിന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയാക്കിയിട്ട് കുറച്ച് പ്രൊജക്ഷൻസ് വന്നിട്ടുണ്ട്. അതിനിടയിൽ കുറച്ച് ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഡിസൈനുകളാണ് ഇതിന്റെ എല്ലാ സ്ഥലത്തും. ആ സൺറൂഫ് വരുന്ന ഭാഗങ്ങളിലാണെങ്കിലും എല്ലായിടത്തും നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടാണ് എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീടിന്റെ ഏറ്റവും ടോപ്പ് നോക്കിയാൽ കാണാം, ഡ്രസ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോർമലി നമ്മൾ പുതിയ കാണുന്ന വീടുകളിലൊക്കെ ഡ്രസ് വർക്ക് ചെയ്യുന്നത് വളരെ റെയർ ആണ്. ഈ വീടിന്റെ ഏറ്റവും മുകളിലത്തെ റൂഫിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ താഴേക്ക് നോക്കുവാണെങ്കിൽ കാർ പോർച്ച് നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ് ആയിട്ട് കവേർഡ് ആയിട്ട് തന്നെയാണ് അവർ കാർ പോർച്ചും ചെയ്തിരിക്കുന്നത്. പോളി കാർബൺ ഷീറ്റ് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഈ വീടിന്റെ കാർ പോർച്ചിനെ കുറിച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവർ നല്ല കടപ്പ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് അതിനിടയിൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പോർച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു വെഹിക്കിളിനും പാർക്ക് ചെയ്യാം, അവിടെ നിന്ന് ഒരു വെഹിക്കിളിന് ടോട്ടൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഈ ഒരു വീടിന് ഈ ഒരു ഇവിടേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഈ ഒരു വലിയ മുറ്റം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതിന്റെ ആ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കിണർ വരുന്നത്. ഒരു വലിയ കിണർ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഹാഫ് പോർഷൻ അവരിങ്ങനെ കെട്ടിയിട്ട് ഒരു ചെറിയൊരു ഹാഫ് സർക്കിളായിട്ട് മാത്രമാണ് പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കിണർ നോക്കുവാണെങ്കിൽ നല്ല ആഴത്തിലുള്ള കിണറാണ്. നമുക്ക് അതിനകത്തേക്ക് നോക്കിയാൽ തന്നെ കാണാം നല്ല രീതിയിൽ തന്നെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ വീടിന്റെ കിണർ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളിലേക്കൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട് വീടിന്റെ ബാക്ക് സൈഡ് വരെ അവർ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ആ ടൈല് ചെന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്നത് അവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. വീട്ടിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടു ആളുകൾക്ക് കടന്നു പോകാനായിട്ട് നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡും അതുപോലെ തന്നെയാണ്, നമുക്ക് നല്ല വിഡ്ത്ത് ഇട്ടിട്ട് തന്നെയാണ് അവർ വീട് ചെയ്തിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡും ചെന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് വർക്ക് ഏരിയയുടെ ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ 2 സൈഡും ചെന്ന് എൻഡ് ചെയ്യുന്നത് വർക്ക് ഏരിയയുടെ പോർഷനിലേക്കാണ്. അപ്പോൾ നമ്മളിവിടെ കിണർ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് എന്ന് പറഞ്ഞത് കിണറാണ്. മറ്റൊരു ഓപ്ഷനായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് KWയുടെ വാട്ടർ കൂടിയാണ്. ഇപ്പൊ ഞാൻ ഈ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്. സിറ്റ് ഔട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റിനകത്ത് ചെറിയൊരു വൈറ്റ് ഡിസൈൻ ഒക്കെ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് എലിവേഷൻ കണ്ട സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിറയെ LED ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാർ പോർച്ചിൽ നിൽക്കുമ്പോഴും കാർ പോർച്ചിന്റെ റൂഫിലേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ കവേർഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ മുഴുവനായിട്ട് അവർ നല്ല രീതിയിൽ തന്നെ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഈവൻ ഇതിന്റെ സിറ്റ് ഔട്ടിൽ പോലും അവർ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫാൻ ഫെസിലിറ്റി കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീടിനകത്ത് ഇത് മാത്രമല്ല, വീടിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവർ എല്ലായിടത്തും ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെയാണ് വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. വീടിന്റെ ഡോറ് വരുന്നത് ഈ കാണുന്നതാണ്. ഇതിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഈ കാണുന്ന വീടിന്റെ വാതിൽ ചെയ്തിരിക്കുന്നത്. ഒറ്റൊരു ഫ്രെയിമിലായിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനുകളൊക്കെയാണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു 4 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇത് 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് അവർ തീർത്തിരിക്കുന്നത്. അപ്പൊ 4 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം ഇതിന്റെ റൂമുകളും ഡൈനിങ് സ്പേസ്, ലിവിംഗ് സ്പേസ് ഒക്കെ നല്ല സ്പേഷ്യസ് ആയിരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലാണ്. ലിവിംഗിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാം 3 വിൻഡോസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് 3 വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസിന്റെ ഈ ഒരു കോൺക്രീറ്റ് ഉള്ള ഭാഗങ്ങളൊന്നും കാണാതെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഈ കാണുന്ന ഈ സ്ക്വയർ പോർഷൻ എല്ലാം തന്നെ മൾട്ടിവുഡിലായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ TV യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കയറി വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ആ ഒരു വുഡിന്റെ കളറും ഒരു വൈറ്റ് കളറും കൂടെ കോമ്പിനേറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് TV വെക്കാനുള്ള സ്പേസ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന ഒരുപാട് ഡോറുകളൊക്കെ കൊടുത്തിട്ട് ഡ്രോസ് ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ താഴത്തെ ഫ്ലോറിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല നീളത്തിലുള്ള ടൈലുകളാണ് ഫ്ലോറിലെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ടൈലിൽ കുറച്ചൊരു ഡിസൈനുകളൊക്കെ മേർജ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ് ടൈലുകൾക്കൊക്കെ ആയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന TV യൂണിറ്റിനോട് നമുക്ക് അടുത്ത് തന്നെയായിട്ട് ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു TV യൂണിറ്റിന്റെ വർക്കുകളെല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഡൈനിങ് സ്പേസിലേക്കുള്ള എൻട്രൻസിലും നല്ല ഹെവി ആയിട്ടുള്ള വുഡൻ വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് വളരെ വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നത്. ഏകദേശം നമുക്കൊരു 8 പേരെ വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സ്പേസ് ആണ്. നിങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോൾ കാണാൻ വളരെ വലിയൊരു വിഡ്ത്തും ഉണ്ട് ലെങ്ത്തും ഉണ്ട്. അങ്ങനത്തെ ഒരു വലിയ ഏരിയ ആണ് ഡൈനിങ്ങിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഹാളിൽ നോക്കുവാണെങ്കിൽ വിൻഡോസ് വരുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡിലും വിൻഡോസ് ഉണ്ട്. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലും 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് കാണുന്ന ഭാഗങ്ങളിലെല്ലാം ഡൈനിങ്ങിലും ലിവിങ്ങിലും ആണെങ്കിലും എല്ലാം തന്നെ ഇതുപോലെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്തിട്ട് അവർ ഇതുപോലുള്ള മൾട്ടിവുഡിന്റെ വർക്കുകളാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഡൈനിങ് സ്പേസിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ എല്ലാ റൂമുകളിലും അവർ ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലെ വർക്കുകൾ മാത്രമല്ല ഭംഗിയുള്ള LED ലൈറ്റുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അവർ റൂഫിന്റെ ബ്യൂട്ടിഫിക്കേഷൻ വർക്കുകളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആ ഭാഗം നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ നമുക്ക് കാണാം ഈ ഒരു സ്റ്റെയർ കേസിന്റെ അടിയിലൊക്കെ ആയിട്ടാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ
കബോർഡുകളായിട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ എല്ലാ വീടുകളിലും സ്റ്റെയർകേസിന്റെ താഴെയുള്ള ഭാഗം വരെ ഓൾറെഡി കവർ ചെയ്യാറുണ്ട്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഇതുപോലെ അവരൊരു സ്പേസ് ഒക്കെ എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ചും കൂടെ ഏരിയ കൂടുതൽ കിട്ടുന്നുണ്ട്. ഇതുപോലെ ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. അതിന് താഴെയൊക്കെ ആണെങ്കിലും വീണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന കബോർഡുകളായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ടാണ് വാഷിംഗ് കൗണ്ടർ വരുന്നത്. വാഷിംഗ് കൗണ്ടർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയയിൽ ഒരു കേജിനകത്തായിട്ടിരിക്കുന്ന പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അതിന് മുകളിലൊക്കെ ആണെങ്കിലും താഴെയാണെങ്കിലും മൾട്ടിവുഡ് കൊണ്ടുള്ള നല്ല വർക്കുകളും ഡിസൈനുകളും ഒക്കെ ചെയ്തിട്ടാണ് അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. ഒരു നല്ല ഭംഗിയുള്ളൊരു മിററും വെച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടുത്തെ ഈ വാഷ് ബേസിൻ വന്നിട്ട് ജാഗ്വാറിന്റെ ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഡൈനിങ് സ്പേസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ താഴത്തെ നിലയിൽ നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്, കിച്ചണും കിട്ടുന്നുണ്ട്. നമുക്ക് ബെഡ്റൂം തന്നെ ആദ്യം കണ്ടു നോക്കാം. ബെഡ്റൂമിന്റെ ഡോറിന്റെ ഡിസൈൻ ഒക്കെ വരുന്നത് ഇങ്ങനെയാണ്. ഒരു ബ്രൗൺ കളർ പെയിന്റ് ആണ് ഡോറിന് അവർ കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെ സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വിസിബിൾ ആണ്. ആ ഒരു വുഡൻ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വാർഡ്രോബ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്ത് ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു റൂം അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വിസിബിൾ അല്ല. അതൊരു നല്ലൊരു ഇതായിട്ട് തന്നെയാണ്, ഐഡിയാപരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്തും ഇവിടെയും അവരൊരു ചെറിയ ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഡ്രോസും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിലും ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളറിലുള്ള ടൈലുകളൊക്കെ തന്നെയാണ് ബാത്റൂമിനകത്ത് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സെറയുടെയാണ്. അപ്പൊ ഇവിടുത്തെ നമ്മൾ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചണിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കിച്ചണിന്റെ എൻട്രൻസ് നോക്കിയാലും കാണാം നല്ല ഭംഗിയായിട്ട് ഒരുപാട് വർക്കുകളൊക്കെയാണ് കിച്ചണിന്റെ എൻട്രൻസിലും കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെ നല്ല ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫും കൂടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഓപ്പൺ ആയിട്ടുള്ള ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികളും ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കിച്ചണിലെ ഫ്ലോർ വന്നിട്ട് ഒരു വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്രിപ്പുള്ള ഒരു ടൈല് തന്നെയാണ്. കിച്ചൺ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ബിക്കോസ് ഒരു വലിയ കിച്ചൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 6 പേർക്ക് വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് കിച്ചണിൽ നമുക്ക് ലഭിക്കുന്നത്. നോർമലി നമുക്ക് വലിയ കിച്ചണുകൾ കാണുന്നത് വളരെ കുറവാണ്. എന്താണെങ്കിലും ഈ ഒരു വീട്ടിൽ വലിയൊരു കിച്ചൺ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം നോക്കിയാലും കാണാം ഗ്രേ കളറാണ് ക്യാബിനറ്റ്സിനെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് മുകളിലും താഴെയും 2 ലെയറിലായിട്ടും താഴെയുള്ള ലെയറിലായിട്ടും ഒക്കെ വളരെ ഭംഗിയായിട്ടും ഒരുപാട് നമുക്ക് സ്പേസ് കിട്ടുന്ന രീതിയിലുമാണ് ഇവിടെ എല്ലാം തന്നെ അവർ കിച്ചൺ ക്യാബിനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചണിന്റെ ഈ ഒരു ടോപ്പ് സ്ലാബ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് സിങ്ക് വരുന്നത്. ഇതിന്റെ ടോപ്പിൽ നോക്കിയാലും കാണാം ഈ കിച്ചണിൽ പോലും അവർ ഫാൻ ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നല്ല ഭംഗിയുള്ളൊരു വർക്കുമാണ് കിച്ചണിന്റെ റൂഫിൽ ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്കുള്ള എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നല്ല നീളവും വീതിയിലും ഒക്കെ ആയിട്ട് നല്ല വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് കിട്ടുന്നത്. വലിയൊരു സ്പേസ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു എൻഡിൽ നിന്നും ആ ഒരു എൻഡ് വരെ വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ നല്ല സ്പേസ് ഇട്ടിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് റൂഫിങ്ങും ചെയ്തിട്ടുണ്ട്. സൈഡെല്ലാം തന്നെ ഗ്രില്ലിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയയിലാണെങ്കിൽ പോലും ഒരു സ്ലാബും കിട്ടുന്നുണ്ട്. അവിടെ ഒരു സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള ഏരിയ കൂടെ നമുക്ക് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് അഡീഷണൽ ആയിട്ട് സ്റ്റോറേജ് ഫെസിലിറ്റി ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഫ്ലോർ വന്നിട്ടാണെങ്കിലും ഒരു വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് അവർ ഈ ഒരു വർക്ക് ഏരിയയിലും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ താഴത്തെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ മുകളിലത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമുക്ക് താഴെ തന്നെ അവർ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സ്റ്റെപ്സ് എല്ലാം തന്നെ നമ്മൾ മുമ്പ് ആ കയറി വന്നപ്പോൾ തന്നെ കണ്ട സിറ്റ് ഔട്ടിലെ പോലെ തന്നെയുള്ള സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ കയറി വരുമ്പോൾ തുടങ്ങി ഈ മുകളിലെത്തുന്നത് വരെ അവർ കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിറയെ ബാറുകളൊക്കെ ഇട്ടാണ് സേഫ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് വരെ നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഇവിടെ നമ്മൾ കടന്നു വന്ന് നിൽക്കുന്ന ഈ ഒരു ഹാളിന്റെ സ്പേസിലൊക്കെ ആയിട്ട് അവർ ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫാനുകൾ നമുക്ക് ആവശ്യമുള്ള ഏരിയകളിലെല്ലാം തന്നെ അവർ ഇട്ടിട്ടുണ്ട്.
അതുപോലെ ഈ മുകളിലേക്ക് കയറി വന്ന് നിൽക്കുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന ഏരിയ. നിങ്ങൾക്ക് കാണാം ഈ ഒരു ഏരിയ ഇങ്ങനെ എൽ ഷേപ്പിലാണ് കിടക്കുന്നത്. ഇതിന്റെ ഫ്ലോർ നോക്കിയാലും കാണാം കുറച്ച് ഭംഗിയായിട്ടുള്ള ഡിസൈനിനോട് കൂടിയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനിൽ നല്ല ഭംഗിയുള്ളൊരു ടൈലാണ് ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ നിൽക്കുന്നതിന് ലെഫ്റ്റിലും റൈറ്റിലും അതുകൂടാതെ ആ ഭാഗത്തുമായിട്ട് നമുക്ക് 3 ഡോറുകൾ കാണാം. നമ്മൾ ഇവിടെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് കണ്ടത്. മുകളിലത്തെ നിലയിൽ നമുക്ക് 3 ബെഡ്റൂമുകൾ ഉണ്ട്. അതുകൂടാതെ ഒരു റീഡിംഗ് റൂമും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് റൂമുകൾ ഇവിടെ നന്നായിട്ട് തന്നെ ഇവര് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റൂമിലേക്ക് ആദ്യം നോക്കാം. ഇവിടുത്തെ ഒരു ബെഡ്റൂം ആണ് ഈ കാണുന്നത്. അത്യാവശ്യത്തിനുള്ള ഒരു കോട്ട് ഇടാനുള്ള സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. നമ്മൾ താഴെ കണ്ടതുപോലുള്ള സെയിം വാർഡ്രോബ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം ഫാനും ലൈറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ റൂഫിലൊക്കെ നല്ല രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന്റെ ഡോറിന്റെ മോഡൽ വന്നിട്ട് ഇങ്ങനെയാണ്. ബാത്റൂമിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെയാണ്. നമുക്ക് താഴെ നോക്കിയപ്പോൾ കണ്ടു ആ ഒരു നമ്മുടെ വാഷിംഗ് കൗണ്ടറിൽ ഇരിക്കുന്ന വാഷ് ബേസിനാണെങ്കിൽ ജാഗ്വാറിന്റെയും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് 2 ബെഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബെഡ്റൂം കൂടി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെയൊക്കെ കണ്ടതുപോലെ തന്നെ നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് കാണാൻ പറ്റുന്നുണ്ട്. മിററോട് കൂടിയിട്ട് എല്ലാ ഫെസിലിറ്റികളും കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വാർഡ്രോബ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. ഇതിന്റെ റൂഫിലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല രീതിയിൽ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ലൈറ്റും ഫാൻ ഫിറ്റിംഗ്സും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് മാറി ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിന്റെ പോലെ തന്നെയുള്ള സെയിം കളർ കോമ്പിനേഷനുകളൊക്കെ തന്നെയാണ് ടൈലുകൾക്കായിട്ട് ഇവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ബാത്റൂമിൽ നിന്നും ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡോറ് കാണാം. ഇവിടുത്തെ മുകളിലത്തെ ടെറസിലേക്ക് പോകാനുള്ള ഏരിയ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നിന്നിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ അല്ല, ഫുള്ളായിട്ട് ടെറസ് വർക്ക് ചെയ്തൊരു ടെറസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെറസ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. നിങ്ങൾക്കറിയാം ടെറസിന്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വെറുതെ വേക്കന്റ് ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഇതിന്റെ റൂഫ് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് സാധാരണ എല്ലാ വീഡിയോകളിലും പുതിയ വീഡിയോകൾക്ക് നമ്മൾ പറയാറുണ്ട് ടെറസ് ഓപ്പൺ ആണെന്ന്. അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഇതിന്റെ ടെറസ് കംപ്ലീറ്റ് ആയിട്ട് റൂഫിംഗ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. റൂഫിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് ക്യാമറ ജസ്റ്റ് ഒന്ന് ടെറസിലൂടെ ഒന്ന് കൊണ്ടുപോയതാണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിനെ ഫേസ് ചെയ്താണ് ഇവിടുത്തെ അടുത്ത ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. കുറച്ചൊരു പൊടിക്ക് വലിപ്പം കുറച്ചിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. എങ്കിലും നമുക്കൊരു സിംഗിൾ കോട്ട് കട്ടിലിടാനുള്ള സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് 2 വിൻഡോസ് ആയിട്ടും ഇവിടെ 3 വിൻഡോസ് ആയിട്ടുമാണ് ഇവിടുത്തെ സർക്കുലേഷൻ പോസിബിൾ ആക്കിയിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫൊക്കെ കൊടുത്തിട്ടാണ് വാർഡ്രോബ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ട് അതിനിടയിലെല്ലാം LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട ടൈലുകളിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇവിടുത്തെ വോളിലൊക്കെ തന്നെയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നും ഈ ഒരു സ്റ്റെപ്പ് കയറി വന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതൊരു നമ്മുടെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് കണ്ടത്. ഇത് മുകളിലത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂം, ഇത് സെക്കൻഡ് ബെഡ്റൂം. നമ്മളിപ്പോൾ കണ്ടു തീർത്തത് 3ാമത്തെ ബെഡ്റൂം. അങ്ങനെ 3 ബെഡ്റൂമുകളും ഏകദേശം ഒരു ഏരിയയിൽ തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഹാളിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ലാസ്റ്റ് ആയിട്ടൊരു റൂം കൂടെ കാണാനുണ്ട്. അത് ഇവിടുത്തെ ഒരു റീഡിംഗ് റൂമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ബെഡ്റൂമുകളെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം അത്രയും തന്നെ സ്പേസ് ഇട്ടിട്ടാണ് റീഡിംഗ് റൂം അവർ ചെയ്തിരിക്കുന്നത്. റീഡിംഗ് റൂമിന്റെ ഈ 2 ഭാഗത്തായിട്ടൊക്കെ ആയിട്ടാണ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു റീഡിംഗ് ടേബിളും അതുപോലെ തന്നെ ബുക്ക് ഷെൽഫൊക്കെ ആയിട്ട് ഒരു ഫെസിലിറ്റി കൂടി അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഇവിടുത്തെ ഒരു റൂഫും അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റീഡിംഗ് റൂമിൽ നിന്നും തുറക്കുന്ന ഒരു ഡോറ് കൂടിയാണ് ഇത് നോക്കാനുള്ളത്. നമുക്കറിയാം നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചു മുമ്പ് ആ ഒരു ഹാളിൽ കണ്ട സെയിം ടൈല് തന്നെ നല്ല കളർഫുൾ ആയിട്ട് ഭംഗിയായിട്ടുള്ള ടൈല് തന്നെയാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്.
ഈ ഒരു ബാൽക്കണിയിൽ പോലും അവർ ഇതുപോലെ ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിറ്റ് ഔട്ടിലും ബാൽക്കണിയിലും എല്ലായിടത്തും ഫാൻ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. സിറ്റ് ഔട്ട് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചാരു ബെഞ്ച് പോലെ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകളൊക്കെ ഇട്ടിട്ടാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെയൊക്കെ റൂഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടുന്ന് ചുറ്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ പറഞ്ഞിരുന്ന ഏകദേശം 18ഓളം വില്ലകളാണ് ഇവിടെ ഉള്ളത്. എല്ലാ വീടുകളിലും തന്നെ ആളുകൾ താമസമായതാണ്. മെജോറിറ്റി ആളുകളും ഇൻഫോ പാർക്കിലേക്കൊക്കെ പോകാനുള്ളവർ തന്നെയാണ്. കാരണം അതിനോട് ഏകദേശം ഞാൻ പറഞ്ഞിരുന്ന സ്റ്റാർട്ടിങ്ങിൽ ഒരു 7 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വരുന്നത്. ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് എത്തിപ്പെടാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു 4 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത് 4 സെന്റ് ആണ്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2000 ആണ്. 2000 സ്ക്വയർ ഫീറ്റ്, 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന് ടോട്ടൽ 4 ബെഡ്റൂം പ്ലസ് ഒരു റീഡിംഗ് റൂം കൂടി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നമുക്ക് 2 വെഹിക്കിൾസിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് ഒരു കിണറുണ്ട്. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് KWയുടെ വാട്ടർ കൂടിയാണ്. അപ്പൊ ഇത്രയൊക്കെ ഭംഗിയുള്ള ഈ വീടിന് വലിയ പ്രൈസ് ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്, വെറും 82 lakhs ആണ്. 82 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഈ ഭംഗിയുള്ള വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.